ഒരു കൂട്ടം കണ്ടാലോ? ശരി. ഒരു പാളിപ്പോയ ചെറിയൊരു കഥയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഈ കടലൊക്കെ വറുത്ത് സെറ്റപ്പാക്കി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് പൊടിച്ച് ലക്കിക്ക് ബേബി ഫുഡായി കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. മറ്റേ കുറുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല പണി പാലും വെള്ളത്തിൽ കിട്ടി. ഇതെന്തോ ഇത് ഇങ്ങനെയാണ് പൊടിച്ചപ്പോൾ വന്നത്. ഇതെന്താ ഇങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. ഇതിന് മുന്നേ ഇത് പൊടിച്ചിട്ടുണ്ട്, പക്ഷെ അന്നിങ്ങനെ ആയില്ലായിരുന്നു. ഇത് ഓവർ പൊടിക്കാൻ പാടില്ലെന്ന്, ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കിയെടുക്കാനേ പാടുള്ളൂ. അതെനിക്ക് പിന്നെയാണ് അത് മനസ്സിലായത്. അപ്പോൾ എന്തായാലും ഈ മാവ് കണക്കിരിക്കുന്ന സാധനം വലിച്ചെറിയാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു കടല മുട്ടായി അങ്ങ് ഉണ്ടാക്കിയേക്കാം. അപ്പോൾ പൊടിച്ച കടല മുട്ടായിയാണ് കേട്ടോ. പൊടിച്ച കടല മുട്ടായി ആകുമ്പോൾ നമ്മളെ കൊച്ചിന് കൊടുക്കാമല്ലോ. അപ്പം മറ്റേ കടലയാകുമ്പോൾ അവനെ അങ്ങ് വിഴുങ്ങുമല്ലോ. അപ്പോൾ അവിടെയും നമ്മൾ ജയിച്ചു. അങ്ങനെ തളരില്ല രാമൻകുട്ടി, തളരില്ല. ഞാനപ്പോൾ എന്ത് ചെയ്തു, ഇത് കടല മുട്ടായിയാന്ന് അറിയണമല്ലോ, അതിന് വേണ്ടി മേളിൽ 4 കടല വെച്ച്. അല്ലെങ്കിൽ ഇത് നാസിക്ക് കൊടുക്കുമ്പോൾ നാസി ചോദിക്കില്ലേ ഇതെന്തുവാ, അത് വല്ല ഗോതമ്പുണ്ടയാണോ എന്ന്. ജയിലിലെ ഗോതമ്പുണ്ടാകണൊക്കെ ആയിപ്പോയി. കളർ കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ അത് സെറ്റായി കുറച്ചൊക്കെ ഫ്രീസൊക്കെ ചെയ്ത് ലക്കിക്ക് കൊടുത്തപ്പോൾ ലക്കിക്ക് ഇഷ്ടമായി. അവൻ്റെ ചിരി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അവന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുഴപ്പമില്ല, ഇതൊരു വെറൈറ്റിയാണ്. കൊച്ചു ഭാഷ എന്തെങ്കിലും കച്ചറ ഉണ്ടാക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോൾ ഒരു കഷ്ണം കൊടുത്താൽ ഒരു സ്വീറ്റായിട്ട് ഉപയോഗിക്കാൻ. ശർക്കര ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, നമ്മളെ ഷുഗറും അല്ല. പിന്നെ അവനും കൊടുത്തു. നാസിയും പറഞ്ഞു അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടെയ്നറിലാക്കി എടുത്തു വെച്ചു.